ഇനി ഞാനിവിടെ ചിക്കൻ കറാഹിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുവാണ്. വലിയൊരു ബൗൾ എടുത്തിട്ട് ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 നാരങ്ങയുടെ നീരും പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 കപ്പ് തൈരും 4 ഏലക്കായും കൂടി ചേർത്ത് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് അധികം നേരം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5-6 മിനിറ്റ് നമ്മളിങ്ങനെ വെച്ചിട്ട് നമുക്കെടുത്ത് ഇത് കുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിത് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ മിക്സിങ് പിടിക്കുന്ന നേരം കൊണ്ട് ഞാൻ സവോള കട്ട് ചെയ്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഫ്രൈ ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മീഡിയം സൈസിലെ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. എപ്പോഴും സവോള കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ സെൻറ്ററിലുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയണം. സവോള ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിടാം. സവോള ഞാനിവിടെ ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഇരുമ്പിൻ്റെ കടായിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, നോൺ സ്റ്റിക്ക് അല്ല ഇത്. ഇതിലേക്ക് ഈ 2 സവാള ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ ഓയിലിൽ തന്നെയാണ് പിന്നീട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ സവാള ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഇവിടെ ഫ്രൈ ആകുന്ന നേരം കൊണ്ട് ഞാനിവിടെ 5 നല്ല കളറിലുള്ള ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ വേണം ഇത് എണ്ണയിൽ നിന്ന് മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മളിത് എണ്ണയിൽ നിന്ന് എടുത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതേ ഓയിൽ തന്നെയാണ് ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതേ എണ്ണയിലേക്ക് തന്നെ ഈ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനിവിടെ പാകത്തിനാണ് ഓയിൽ ഒഴിച്ചിരുന്നത്. ഇനി നിങ്ങൾ എടുക്കുന്ന ഓയിൽ കൂടുതലാണെങ്കിൽ ഇത് ഫ്രൈ ചെയ്ത് ഈ ടൊമാറ്റോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഓയിൽ ഇതിൽ നിന്ന് മാറ്റണം. ഞാനിവിടെ മാറ്റിയിട്ടൊന്നുമില്ല, കാരണം എനിക്ക് പാകത്തിനുള്ള ഓയിലാണ് ഞാനിവിടെ എടുത്തിരുന്നത്. ഈ ടൊമാറ്റോ ഇനി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി അടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത്, അതായത് ഫെന്നൽ സീഡ് പൗഡർ, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇതിവിടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിനി ഇത് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഉപ്പ് നോക്കണം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇതിലിവിടെ പാകത്തിനുള്ള ഉപ്പുണ്ട്. ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി ഈ പാത്രം മൂടി വെച്ച് 15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിവിടെ അടച്ചു വെച്ചിട്ടൊരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടോ,
തൈരൊക്കെ ചേർത്തത് കാരണമാണ് ചാറ് ഇതിലേക്ക് വന്നത്. നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി ഈ ചാറ് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇതിവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 എരിവില്ലാത്ത പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു വലിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞതും കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഈ ചിക്കൻ കറായിയുടെ. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ലാസ്റ്റാണ് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇടുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ കറായി ഇവിടെ തയ്യാറായി. ഇത് ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.